ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. ഇത് ഒരു പുതിയ സിനിമയെ പറ്റിയുള്ള അഭിപ്രായമൊന്നുമല്ല. ഞാൻ ഗില്ലി എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ചെന്നൈയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. 2004 ഇറങ്ങിയ പടമാണ്. ഇപ്പൊ 2024 20 വർഷത്തിന് ശേഷം അത് റിലീസ് ചെയ്തിട്ട് തമിഴ്നാട്ടില് ഒരു വിജയുടെ പുതിയ പടം ഇറങ്ങണ പോലത്തെ ഓളം ഇപ്പോഴും ആ സിനിമയ്ക്ക് ഉണ്ട്. ഇവിടെ ഒരു ഫെസ്റ്റിവലാണ്, ഇത് ഗില്ലി ഫെസ്റ്റിവൽ തന്നെയാണ് ഹാഷ്ടാഗിൽ വരെ ട്രെൻഡ് ആവണത്. അത് ലിറ്ററലി ഫെസ്റ്റിവൽ തന്നെയാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു വിത്ത് സം ഫാമിലി ഓഡിയൻസ്, ന്യൂ ജെൻ കുട്ടികൾ, പഴയ 90s കിഡ്സ് വിത്ത് ദയർ കിഡ്സ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, അടിപൊളിയായിരുന്നു. വിജയ് അണ്ണന്റെ അഴിഞ്ഞാട്ടാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. എനിക്ക് നൈസായിട്ട് തോന്നിയത് ഇതങ്ങനെ കാലഹരണപ്പെട്ട് പോയിട്ടൊന്നുമില്ല സിനിമ. അതായത് 20 കൊല്ലം കഴിഞ്ഞിട്ടും ഇതിലത്തെ പല കാര്യങ്ങളും ഇപ്പോഴും ഓക്കെ തന്നെയാണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. ഇപ്പോ നായികയെ ചികടത്തടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് അവിടെ നിന്നൊക്കെ നമ്മൾ മുമ്പോട്ട് പോന്നു. എന്നാൽ പോലും സിനിമ വളരെ ഏജ്ഡ് ആയിട്ടൊന്നും തോന്നിയില്ല. ഇപ്പോഴും തിയേറ്ററിൽ ഒരു പാക്ഡ് ഓഡിയൻസിന്റെ ഒപ്പം കിഡിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എനിക്ക് ആ സിനിമ. ഇതിലത്തെ ആക്ഷൻ രംഗങ്ങൾക്കായാലും അതിലത്തെ റൊമാൻസിനൊക്കെ ആയാലും ഒരു ക്ലീഷേനെസ് കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിഞ്ചിനെസ് ഒക്കെ കുറവുണ്ട്. ഇപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നല്ല രസമായിരുന്നു സിനിമ കാണാൻ. വിജയ് അണ്ണന്റെ അഴിഞ്ഞാട്ടാണ്. വിജയ് അണ്ണന് വൻ ഫാൻസ് ഉണ്ടെന്ന് അറിയാലോ. അങ്ങേരുടെ എൻട്രിയിലും ആക്ഷൻ രംഗങ്ങളിലൊക്കെ ഭയങ്കര കയ്യടി ബഹളമായിരുന്നു. പക്ഷെ ഇത്തവണ വിജയ് അണ്ണനേക്കാളും കയ്യടിയും ചിയറിംഗ് ഒക്കെ കിട്ടിയത് നമ്മുടെ മുത്തുപ്പാണ്ടി എന്ന് പറഞ്ഞ കഥാപാത്രം, പ്രകാശ് രാജ് ചെയ്ത കഥാപാത്രത്തിനാണ്. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ കഥാപാത്രം ഓവർ ദ ഇയേഴ്സ് നല്ലൊരു മീം മെറ്റീരിയൽ ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ. മറ്റേ അങ്ങേരുടെ ആ വിളിയില്ലേ, ചെല്ലാം, ആ വിളി എപ്പോ ഈ സീനുകളിൽ വന്നു കഴിഞ്ഞാലും വൻ ഗൈഡിയാണ്. ഇതിൽ ഇങ്ങേരുടെ ഫസ്റ്റ് ഷോട്ട് ഉണ്ട് ഇങ്ങേരെ കാണിക്കുന്നത്. ഒരു ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഭയങ്കര ഇന്റൻസ് ആയിട്ട് നോക്കിക്കുന്ന ഒരു സീനുണ്ട്. അത് 2004 പടം ഇറങ്ങിയ സമയത്ത് ഇങ്ങേർക്ക് അത്ര ചീർ അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇതിൽ ഇങ്ങേരുടെ ഫസ്റ്റ് ആ ഷോട്ട് കാണുമ്പോണ്ടല്ലോ തിയേറ്റർ അങ്ങോട്ട് ഇളകി കയ്യടിയും ബഹളമൊക്കെ, ഒരു വില്ലൻ അമ്മാരി കയ്യടി. അത് ഈ സോഷ്യൽ മീഡിയയുടെയും ട്രോൾ കൾച്ചറിന്റെ ഒക്കെ ഗുണമാണ്. പിന്നെ ഇങ്ങനെ ഓരോ സീനിൽ വരുമ്പോഴും കയ്യടി തന്നെ. ആ തൃഷയുടെ സഹോദരന്മാരെ കൊന്നിട്ട് ഇങ്ങനെ തൃഷയുടെ വീട്ടിൽ ചെന്നിട്ട് കല്യാണം ആലോചിക്കാൻ ചെല്ലുമല്ലോ. എന്നിട്ട് ടെറസിന്റെ മുകളിൽ തൃശ നിൽക്കുമ്പോൾ ഇയാൾ അവിടെ ചെന്ന് ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ ചെല്ലാം എന്ന് പറഞ്ഞ് വിളിക്കുക. ആ സീനൊന്നും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, വൻ കൈയിടായിരുന്നു. വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു വില്ലന് ഇമ്മാതിരി സപ്പോർട്ടും ആവേശമൊക്കെ ഉള്ളത് അത് ആ സോഷ്യൽ മീഡിയയിലത്തെ ട്രെൻഡ് കാരണമാണ്. അത് രസമായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത പടമാണ് ഗില്ലി തിയേറ്ററിൽ. ഇങ്ങനത്തെ കൾട്ട് പടങ്ങളുടെ റിലീസ് ഇനിയും ഉണ്ടാവും. നമ്മൾക്ക് ആ സമയത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതിന്റെ വിഷമൊക്കെ ഇങ്ങനെ മാറ്റാം. ഗില്ലി ഞാൻ തിയേറ്ററിൽ കാണാത്ത പടമാണ്. അതിന്റെ ഒരു വിഷമം എന്തായാലും മാറി. ഞാൻ കുറച്ച് തിയേറ്റർ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നോർമലി അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ ഇത് റിലീസ് ആയതുകൊണ്ടും സ്പോയിലർ എന്ന് പറഞ്ഞ സംഗതി ഇല്ലാത്തത് കൊണ്ടും ഇതവിടെ ഒരു ആഘോഷമൊക്കെ ആയതുകൊണ്ട് അതിന്റെ ഒരു വൈബിന് ഷൂട്ട് ചെയ്തതാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം ചേർക്കുന്നുണ്ട്. എൻജോയ് ചെയ്യാം. അടുത്ത സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ. హాయ్ చలో போதுமா இன்னும் கொஞ்சம் வேணுமா